ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു തക്കാളി മുറുക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള തക്കാളി മുറുക്കാണ്. എന്നാൽ നല്ല സോഫ്റ്റാണ് താനും, ഇത്തിരി കട്ടിയായിട്ടുള്ളതല്ല. അപ്പോൾ ഈ തക്കാളി മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു 400 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇതിന് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിൽ പുളി കുറവായതുകൊണ്ട് ഞാനൊരു നാരങ്ങയുടെ പകുതിയും കൂടെ ചേർക്കുന്നുണ്ട്. പുളി അനുസരിച്ച് വലിയ നാരങ്ങയാണ് പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു നാരങ്ങ എടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിനി പാനിൽ ഈ തക്കാളിയുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചിലരിത് തക്കാളി വേവിച്ചിട്ട് അരച്ച് ചേർക്കാറുണ്ട്, എങ്ങനെ വേണേലും ആകാം. വേവിക്കണം നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ പിന്നെ നമ്മളത് കുഴച്ച് എണ്ണയിലേക്ക് ഇടുമ്പം വേകും. ഞാനിത് ഉണ്ടാക്കാൻ കാരണം അത് തിളച്ച ആ ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് നമ്മുടെ അരിപ്പൊടി കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. അതുകൊണ്ട് നമ്മുടെ മുറുക്കും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ തക്കാളിയുടെ, അത് ചൂടോടെ അങ്ങ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. കടലമാവ് ഞാൻ അരിച്ചെടുത്തതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർക്കാം, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിർബന്ധമില്ല. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. ഇതെനിക്ക് കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം തളിക്കാം, വെള്ളം കൂടുതലുണ്ടെങ്കിൽ അല്പം പൊടിയും കൂടി ചേർത്താൽ മതി. എനിക്കിതൊന്നും വേണ്ടി വന്നില്ല, കറക്റ്റായിരുന്നു. ഞാനിതാണ് അച്ചെടുത്തിരിക്കുന്നത്. നമുക്കിത് വറക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം വേണം നമ്മളിത് അതിലേക്ക് പിഴിഞ്ഞിടാനായിട്ട്. അതുപോലെ തന്നെ അതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ കൊണ്ട് വറുത്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമ്മളിനി വറുത്തെടുക്കുന്ന മുഴുവൻ ഈ മീഡിയം ഫ്ലെയിം മതി, ഒത്തിരി ഫ്ലെയിം ആകരുത്. അത് മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി നമ്മൾ ആ മാവ് മൂടി വെക്കണം ആദ്യം എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കണം എല്ലാം. ഈ തക്കാളിയുടെ ജ്യൂസ് തിളപ്പിക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. പക്ഷെ മാവ് നമ്മൾ നല്ലതായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം, എങ്കിൽ മാത്രമുള്ളൂ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഹാർഡല്ലാത്ത നമുക്ക് ഈ തക്കാളി മുറുക്ക് കിട്ടുകയുള്ളൂ.
കരിഞ്ഞു പോകാതെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ തക്കാളി മുറുക്കെല്ലാം നല്ല ക്രിസ്പിയാണ്. കണ്ടോ അതിൻ്റെ കളറ് തന്നെ കണ്ടു നോക്കി, നല്ല കളറാണ്.